സ്റ്റുഡൻസ്, പുതിയ ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായി പറയാൻ പോകുന്ന ടോപ്പിക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന ടോപ്പിക്കാണ്. പ്രാധാന്യമുള്ള ഡിജിറ്റുകൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരു അളവിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം രേഖപ്പെടുത്തുമ്പോൾ അതിൽ പ്രാധാന്യമുള്ള ഡിജിറ്റുകൾ ഏത് എന്നുള്ളത് തന്നെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം വരാം, ഒരു റിസൾട്ട് എഴുതുമ്പോൾ പ്രാധാന്യമില്ലാത്ത ഡിജിറ്റുകൾ ഉണ്ടായിരിക്കുമോ എന്ന്. പ്രാധാന്യമില്ലാത്ത ഡിജിറ്റുകളുണ്ട്, അവയെ നമുക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രാധാന്യമുള്ളതിനെ മാത്രം എടുത്തു പറയുന്നതിന് രീതിയെ വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഞാൻ രണ്ട് എക്സാമ്പിളുകൾ പറയാം, അതിൽ നിന്ന് ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു ഓബ്ജക്റ്റിന്റെ നീളം അളന്നു, 85 സെന്റിമീറ്റർ ആണ് ആ ഓബ്ജക്റ്റ് നീളം എന്ന് വിളിക്കുന്നത്. ഈ 85 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതാണ് അവസാനത്തെ ഡിജിറ്റ് 5. ഇത് ആദ്യത്തെ ഡിജിറ്റ് ആണ്, അത് ഉറപ്പാണ്. 80ന്റെ മേലെയാണ് നിങ്ങൾക്ക് വില വരാൻ പോകുന്നത്. ലാസ്റ്റ് ഡിജിറ്റായ 5 ചിലപ്പോൾ നിങ്ങളുടെ ഇൻസ്ട്രുമെന്റിൽ 85നേക്കാൾ സ്വല്പം കൂടി നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ സ്വല്പം കുറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ 5 എന്ന് പറയുന്ന ഡിജിറ്റിൽ ഒരു ചെറിയ അൺസെർട്ടിനിറ്റി ഉണ്ട്, ഒരു അവ്യക്തതയുണ്ട്. പുറത്തുള്ള ഡിജിറ്റ് സെർട്ടൺ ആണ്, ഇനി ഇത് 80ന്റെ മേലെ തന്നെ റീഡിങ് വരുള്ളൂ. അതുകൊണ്ട് ഈ അളവില് കൃത്യതയുള്ള സെർട്ടനിറ്റി ഉള്ള ഡിജിറ്റ് 8ഉം അൺസെർട്ടനിറ്റി ഉള്ള ഡിജിറ്റ് 5ഉം ചേർത്ത് പറയുന്ന പേരാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. സെർട്ടനിറ്റി ഉള്ള ഡിജിറ്റും അവസാനത്തെ അൺസെർട്ടനിറ്റി ഉള്ള ഡിജിറ്റും കൂടി ചേർത്ത് പറഞ്ഞാൽ ആ നമ്പറുകളെ വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അപ്പൊ ഇതിൽ 8ഉം പ്രാധാന്യമുള്ളത് തന്നെയാണ്, 5ഉം പ്രാധാന്യമുള്ളത് തന്നെയാണ്, സംശയമില്ല. ഈ 85 സെന്റിമീറ്റർ എന്ന് എഴുതിയതിൽ നിന്ന് ഞാൻ അതേ നീളം വേറൊരു റെപ്രസെന്റേഷൻ കൊടുത്തു, 85.0 സെന്റിമീറ്റർ. വേറൊരു ഉപകരണം കൊണ്ടാണെന്ന് നാം വിചാരിച്ചു. നമ്മളെ സംബന്ധിച്ച് ഈ രണ്ട് വിലയും തമ്മിൽ വല്ല വ്യത്യാസവും ഉണ്ടോ? ഇല്ല. 85.0 തന്നെയാണ്, സെയിം തന്നെയാണ് വില പ്രകാരം. എന്നാൽ ഈ എഴുതി വെച്ചിരിക്കുന്ന വിലയിൽ സയന്റിഫിക് മെത്തേഡ് പ്രകാരം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്ന ആശയപ്രകാരം ഇത് രണ്ടും ഒന്നല്ല. ഇതിൽ പ്രാധാന്യമുള്ള 2 ഡിജിറ്റുകളാണ് പറഞ്ഞതെങ്കിൽ ഇതിൽ പ്രാധാന്യമുള്ള 3 ഡിജിറ്റുകൾ ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഇതിൽ 85 കഴിഞ്ഞാൽ പിന്നെ പോസിബിലിറ്റി 86, അല്ലെങ്കിൽ പുറകിലേക്കാണെങ്കിൽ 84. ഇതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ റീഡിങ്ങിന്റെ അൺസെർട്ടനിറ്റി വരുന്നത്. എന്നാൽ ഈ എഴുതി വെച്ചതില് 8 സെർട്ടനിറ്റി ഉള്ളതാണ്, കൃത്യത ഉള്ളതാണ്, 5 സെർട്ടനിറ്റി ഉള്ളതാണ്. നേരത്തെ 5 സെർട്ടനിറ്റി ഇല്ല കേട്ടോ. 0 എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞ് വന്നിട്ടുള്ള ആള് സ്വല്പം കൂടാനോ കുറയാനോ സാധ്യത. അപ്പൊ കൂടുകയാണെങ്കിൽ ഇവിടെ ഒരു 0.1ലേക്ക്. അപ്പൊ ഇവിടത്തെ വേരിയേഷനേക്കാൾ കുറഞ്ഞ വേരിയേഷനെ ഇതിൽ വരുന്നുള്ളൂ. അപ്പൊ 2 സെർട്ടനിറ്റി ഉള്ള ഡിജിറ്റ് വന്നു, ഒരു അൺസെർട്ടനിറ്റി ഉള്ള വാല്യൂ വന്നു. അതുകൊണ്ട് ഈ എഴുതി വെച്ചതിൽ 8ഉം 5ഉം അൺസെർട്ടനിറ്റി വന്നാൽ ലാസ്റ്റ് ഡിജിറ്റും കൂടി ചേർത്ത് പറയുമ്പോൾ ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയും മാറും? 3 ആയിട്ട് മാറുമെന്നാണ്. ഇനി അളവിന്റെ പ്രത്യേകത, ഇവിടെ 85 കഴിഞ്ഞ് പിന്നീട് വരുന്ന 1 സെന്റിമീറ്ററിനെ പോയിന്റ് ഇട്ട് വെച്ചിരിക്കട്ടെ, 1 സെന്റിമീറ്ററിനെ 10 ഭാഗമായി മുറിച്ചതിൽ 1 ഭാഗം പോലും അളക്കാൻ ഈ പറയുന്ന മെഷർമെന്റിൽ സാധിക്കുമെന്നാണ് ഈ എഴുതി വെച്ചതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ വരാൻ സാധ്യതയുള്ളത് 85.0 കഴിഞ്ഞ പിന്നെ 85.1 ആണ്. ഇവിടത്തെ മെഷർമെന്റ് പ്രകാരം 85 കഴിഞ്ഞ പിന്നെ എത്രയാ? 86 ആണ്. അതുകൊണ്ട് 1 സെന്റിമീറ്ററിനെ 10ആയി മുറിച്ചതിൽ 1 ഭാഗത്തെ പോലും അളക്കാൻ പറ്റുന്ന ഏതോ ഒരു ഉപകരണം വെച്ചുകൊണ്ടാണ് ഈ മെഷർമെന്റ് നടത്തിയിട്ടുള്ളത്. ആ ഇൻസ്ട്രുമെന്റിന്റെ കൃത്യത ആദ്യം പറഞ്ഞതിനേക്കാൾ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാവും.
അങ്ങനെ അളന്ന ഉപകരണത്തിന്റെ പ്രിസിഷനെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഉത്തരങ്ങൾ എഴുതുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ. സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ എണ്ണം കൂടിയാൽ പ്രിസിഷൻ കൂടിയിരിക്കുന്നതാണ്. ഇനി ഞാൻ ഇതേ 85.0 വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്തു. അതിൽ വേറെ ഉപകരണം കൊണ്ട് രേഖപ്പെടുത്തുന്നതാണ്. എന്താ കിട്ടിയുള്ളത്? 85.00 സെന്റിമീറ്റർ. നമ്മളെ സംബന്ധിച്ച് ഈ വിലകൾ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല. പക്ഷേ സയൻസിന്റെ സമ്പ്രദായ പ്രകാരം, രീതി പ്രകാരം ഈ എഴുതി വെച്ചിരിക്കുന്ന ആള് ഈ രണ്ടെണ്ണത്തിന് വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ പോയിന്റ് ഇട്ടിട്ട് ഒരു 0 എഴുതിയപ്പോൾ 1 സെന്റിമീറ്ററിനെ 10 ഭാഗമായി മുറിച്ചതിൽ ഒരു ഭാഗത്തെ പോലും നിങ്ങൾക്ക് അളക്കാൻ പറ്റിയെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് പറയേണ്ടി വരും? ആ 1 സെന്റിമീറ്ററിനെ 100 ഭാഗമായി മുറിച്ചപ്പോൾ, 2 പൊസിഷൻ വന്നിട്ടുണ്ട്, 100 ഭാഗമായി മുറിച്ചപ്പോൾ അതിലെ ഒരു ഭാഗത്തെ പോലും ഭംഗിയായി ഈ ഡിവൈസിൽ അളന്നിട്ടുണ്ടായിരിക്കണം. ശരിയല്ലേ? അപ്പൊ 8 അൺസെർട്ടൻ ആണ്. 8 എന്ന് പറയുന്ന വാല്യൂ സെർട്ടനിറ്റി ഉള്ളതാണ്. 5 എന്ന് പറയുന്ന വാല്യൂ സെർട്ടനിറ്റി ഉള്ളതാണ്. ഫസ്റ്റ് 0 സെർട്ടനിറ്റി ഉള്ളതാണ്. അടുത്ത 0 മാത്രമേ ഫ്ലക്ച്വേഷൻ പോസിബിൾ ആവും. അപ്പൊ സെർട്ടനിറ്റി ഉള്ള ഡിജിറ്റ് എണ്ണം കൂടി ഒരു അൺസെർട്ടനിറ്റി വന്നു. അതുകൊണ്ട് പറയും ഇതിലെ പ്രാധാന്യമുള്ള ഡിജിറ്റുകൾ എന്ന് പറയുന്നത് 3 സെർട്ടനിറ്റി ഉള്ളതും 1 അൺസെർട്ടനിറ്റി ഉള്ളതായിട്ട് എത്ര വിളിക്കും? 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്ന്. ഇതിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് വിളിക്കും. ഇതിൽ 2 സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് വിളിക്കും. ഇങ്ങനെ ഉത്തരങ്ങൾ അളക്കുന്ന ഉപകരണത്തിന്റെ കൃത്യതയെ കുറിച്ച് കൂടി സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതിയാൽ ആ എഴുത്തിലെ ഡിജിറ്റുകളെ വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. മനസ്സിലായല്ലോ? അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് സയൻസ് രീതിയില് ഉത്തരങ്ങളെ മെഷർ ചെയ്യുന്ന ഉപകരണത്തിന്റെ പ്രിസിഷനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, L is equal to 8 meter. 8 മീറ്റർ എന്നുള്ള രീതിയിൽ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത് ഒരു ഉപകരണം വെച്ച് അളന്നിട്ടുണ്ട്. ഇതിലാകെ ഒരു ഡിജിറ്റേ ഉള്ളൂ. ആ ഡിജിറ്റിലെ അൺസെർട്ടനിറ്റി ഉണ്ട്. ചിലപ്പോൾ അത് 9 അല്ലെങ്കിൽ ചിലപ്പോൾ 7 ആയി മാറാനുള്ളൊരു സാധ്യത. അതും കൂടി കൗണ്ട് ചെയ്യണല്ലോ. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ എത്ര എഴുതും? പ്രാധാന്യമുള്ള ഡിജിറ്റ് 1 ആണ്. സെർട്ടനിറ്റി ഉള്ള ഡിജിറ്റും അൺസെർട്ടൻ ആയ അവസാനത്തെ ഡിജിറ്റും കൂടി ചേർത്ത് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കന്റ്. അതേ 8 മീറ്ററിനെ ഞാൻ വെറുതെ ഡിവൈസ് ഒന്നും മാറ്റിയിട്ടില്ല, 800 സെന്റിമീറ്റർ എന്ന് രേഖപ്പെടുത്തും. നോക്കാം, 800. ഇങ്ങനെ 800 സെന്റിമീറ്റർ എന്ന് രേഖപ്പെടുത്തിയപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിൽ എത്ര ഡിജിറ്റ് വരുന്നുണ്ട്? ഒരു 8 ഉണ്ട്, പിന്നെ ഒരു 0 ഉണ്ട്, വീണ്ടും ഒരു 0 ഉണ്ട്. നമ്മളുടെ നിയമപ്രകാരം ഇതിലെ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ എണ്ണം കൂടി. അപ്പോൾ അളക്കുന്ന ഉപകരണത്തിന്റെ പ്രിസിഷൻ കൂടി എന്ന് പറയേണ്ടി വരില്ലേ? എന്നാൽ ഇതിൽ പ്രിസിഷൻ കൂടിയിട്ടുണ്ടോ? ഇല്ല. ഒരു ഉപകരണം കൊണ്ട് അളന്നതിന് നമ്മൾ വെറുതെ ഒരു 100 കൊണ്ട് ഗുണിച്ചിട്ട് സെന്റിമീറ്ററിലേക്ക് മാറ്റി. ഇത് രണ്ടും തമ്മിൽ നമ്മളെ സംബന്ധിച്ച് വ്യത്യാസം ഉണ്ടോ? നമ്മളെ സംബന്ധിച്ച് വ്യത്യാസമില്ല. ഇത് രണ്ടും തുല്യ. എന്നാൽ സയൻസിന്റെ രീതി പ്രകാരം ഇങ്ങനെ എഴുതുമ്പോൾ ഇവ തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് 8 മീറ്ററിന് 800 സെന്റിമീറ്റർ എന്നുള്ളതിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ ആണെങ്കിൽ ഇവിടെ നമ്മൾ എത്ര എഴുതേണ്ടി വരും? 3 സിഗ്നിഫിക്കന്റ് ഫിഗർ. അങ്ങനെ മാറാൻ പാടില്ല. അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന സീറോകൾ ഉപകരണത്തിന്റെ പ്രിസിഷനെ കുറിച്ച് ഒന്നും നമ്മളോട് പറയുന്നില്ല. അത്തരം സീറോകളെ വിളിക്കുന്ന പേരാണ് പ്ലേസ് ഹോൾഡിംഗ് സീറോസ്. ഈ പ്ലേസ് ഹോൾഡിംഗ് സീറോസ് ഒന്നും സിഗ്നിഫിക്കന്റ് അല്ലട്ടാ. ഉപകരണത്തിന്റെ പ്രിസിഷനെ സംബന്ധിച്ച് അത് നമ്മളോടൊന്നും പറയുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് അതിനൊന്ന് റെപ്രസെന്റ് ചെയ്യുക? കാരണം ഇത് രണ്ടും തുല്യാണല്ലോ. സിഗ്നിഫിക്കന്റ് ഫിഗർ മാറാതെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? അപ്പൊ സയൻസിന്റെ രീതി പറയുന്നത് അങ്ങനെയുള്ള പ്ലേസ് ഹോൾഡിംഗ് സീറോസിനെ നിങ്ങൾ 10ന്റെ പവറുകളായിട്ട് എഴുതിക്കോളും. അല്ലെങ്കിൽ അവസാനം ഒരു കുത്തിടാതെ, ഒരു ഡെസിമൽ ഇടാതെ എഴുതിക്കോളും. അപ്പൊ നിയമപ്രകാരം സിഗ്നിഫിക്കന്റ് ഫിഗർ എണ്ണില്ല എന്നാണ് പറയുന്നത്. അപ്പോ 8 മീറ്ററിനെ സെന്റിമീറ്റർ ആക്കി മാറ്റുമ്പോ ഇങ്ങനെ എഴുതണമെന്നാണ് പറയുന്നത്. 8 into 10 raised to 2 centimeter. Now the significant figure is 1.
അപ്പൊ 10ന്റെ പവറുകൾ എന്തല്ലാന്നാ പറയുന്നത്? സിഗ്നിഫിക്കന്റ് ആയി എണ്ണില്ല എന്നാ പറയുന്നത്. ഇത്തരം സീറോകളെ വിളിക്കുന്ന പേരെന്താ? പ്ലേസ് ഹോൾഡിംഗ് സീറോ. നോക്ക്, ഇതേ 8 മീറ്ററിനെ ഞാൻ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. നമ്മളുടെ രീതി പ്രകാരം ഇതിൽ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ ഇതിൽ എത്ര ഉണ്ടാവും? 8 സെർട്ടൻ, 0 സെർട്ടൻ, 0 സെർട്ടൻ. അവസാനത്തെ സീറോയിൽ മാത്രം അൺസർട്ടനിറ്റി ഉള്ളപ്പോ അതിന്റെ അർത്ഥം ഇതിലെ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ എണ്ണം എത്രയായിട്ട് എഴുതേണ്ടി വരും? 4. സിഗ്നിഫിക്കന്റ് ഫിഗർ കൂടിയാൽ ഉപകരണത്തിന്റെ പ്രിസിഷൻ കൂടി, ആക്യുറസി കൂടി. എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഉപകരണം മാറ്റിയിട്ടാണ് വളർന്നിട്ടുള്ളത്? അല്ല, വെറുതെ കൺവേർട്ട് ചെയ്തിരിക്കാം. അതുകൊണ്ട് ഈ സീറോകളെ സിഗ്നിഫിക്കന്റ് അല്ല, അവ വെറുതെ പൊസിഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി വന്ന സീറോകളാ. അതുകൊണ്ട് ഇവയെ വിളിക്കുന്ന പേരെന്താണ്? പ്ലേസ് ഹോൾഡിംഗ് സീറോസ്. പ്ലേസ് ഹോൾഡിംഗ് സീറോസ് സിഗ്നിഫിക്കന്റ് അല്ലാത്തതിനാൽ അത് എങ്ങനെ എഴുതണം എന്നാ പറയുന്നത് സയൻസിന്റെ രീതിയിൽ? 10ന്റെ പവർ ആയിട്ട് എഴുതണം. സോ ഇറ്റ് ഈസ് 8 into 10 raised to 3. Now the significant figure is 3. കണ്ടോ? അപ്പൊ സീറോകൾ വരുമ്പോൾ എല്ലായ്പ്പോഴും സീറോകളെ സിഗ്നിഫിക്കന്റ് ആയിട്ട് എണ്ണാൻ പറ്റില്ല. ഇവിടെ വന്നപ്പോ ഒരു പ്രശ്നമില്ല, ഒക്കെ സിഗ്നിഫിക്കന്റ് ആയിട്ട്. ഇവിടെ വന്നപ്പോഴോ സിഗ്നിഫിക്കന്റ് ആയിട്ട് എണ്ണാൻ പറ്റുന്നില്ല, കാരണം ഉപകരണത്തിന്റെ പ്രിസിഷൻ ആ കൺവേർഷൻ മാറ്റി തരുന്നില്ല. അപ്പൊ സീറോകളെ ചിലപ്പോൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് എണ്ണേണ്ടി വരും, ചിലപ്പോൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് എണ്ണാനും പറ്റില്ല. എപ്പോഴാണ് എണ്ണാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ പ്ലേസ് ഹോൾഡിംഗ് സീറോസ്. പ്രിസിഷനെ കുറിച്ച് ഒന്നും പറയാതെ സ്ഥലം കൈകാര്യം ചെയ്യാൻ വരുന്ന സീറോകളായിട്ട് പ്രത്യക്ഷപ്പെട്ടാൽ അവയെ സിഗ്നിഫിക്കന്റ് ആയിട്ട് എണ്ണാൻ പാടില്ല. പ്ലേസ് ഹോൾഡിംഗ് സീറോ ഒഴിവാക്കിക്കൊണ്ട് ഒരു മെഷർമെന്റിന്റെ റിസൾട്ട് എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കേ അല്ലോ? സിഗ്നിഫിക്കന്റ് ഫിഗർ ഈസ് എ കൺവെൻഷൻ യൂസ്ഡ് ഇൻ സയന്റിഫിക് മെത്തേഡ്, സയൻസ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റൈറ്റ് ദ റിസൾട്ട് ഓഫ് എ മെഷർമെന്റ് ബൈ അവോയ്ഡിംഗ് പ്ലേസ് ഹോൾഡിംഗ് സീറോസ് is called significant figure. That measurement explains with how much accuracy, with how much precision an instrument conduct the measurement. എത്ര പ്രിസിഷനോട് കൂടിയിട്ടാണ് ആ ഇൻസ്ട്രുമെന്റ് മെഷർമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ സിഗ്നിഫിക്കന്റ് ഫിഗർ പ്രകാരം എഴുതിയ ഉത്തരം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതിൽ സീറോകളാണ് പലപ്പോഴും നമുക്ക് നമ്പറിന്റെ കൂടെ ചേർക്കേണ്ടതായിട്ട് വരിക. അപ്പൊ സീറോയെ സിഗ്നിഫിക്കന്റ് ആയിട്ട് എണ്ണേണ്ട സമയമുണ്ട്, സീറോയെ സിഗ്നിഫിക്കന്റ് ആയിട്ട് എണ്ണാത്ത സമയവും ഉണ്ട്. എണ്ണാത്ത സമയം എപ്പോഴാണ്? പ്ലേസ് ഹോൾഡിംഗ് സീറോസ് ആയിട്ട് പൂജ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ അവയെ നമ്മൾ എണ്ണേണ്ട ആവശ്യം ഇല്ല. ഇതാണ് സിഗ്നിഫിക്കന്റ് ഫിഗറിനെ സംബന്ധിച്ച് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാൻ. ഇനി ഇതിന്റെ റൂളും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്, പക്ഷെ ഇതെന്താണ് ഈ കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി സിഗ്നിഫിക്കന്റ് ഫിഗർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളത് നോക്കാം. വളരെ ഈസി ആയിട്ട് 1-2 നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന റിസൾട്ടിലെ സിഗ്നിഫിക്കന്റ് ഫിഗറിനെ കണ്ടെത്താം. സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടെത്തുന്നതിനുള്ള ആദ്യത്തെ റൂൾ ഇതാണ്: ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. സീറോ അല്ലാത്ത എല്ലാ ഡിജിറ്റുകളും എന്താണ്? സിഗ്നിഫിക്കന്റ് ആയിട്ട് എണ്ണണം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു നമ്പർ തരുന്നു 1 2 3 4 5 6. ഇതൊരു മെഷർമെന്റ് ഭാഗമായി കിട്ടിയിരിക്കുന്ന വിലയാണ്. ഇതെല്ലാം നോൺ സീറോ നമ്പേഴ്സ് ആണ്. നോൺ സീറോ നമ്പേഴ്സ് ഒക്കെ സിഗ്നിഫിക്കന്റ് ആയിട്ട് എണ്ണണം. നമ്മളെ സംബന്ധിച്ച് 1 2 3 4 5 സെർട്ടൻ ആണ്, മാറൂല. 6ൽ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ട്, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അൺസർട്ടനിറ്റി ഉള്ള ഡിജിറ്റിനെയും സെർട്ടനിറ്റി ഉള്ള ഡിജിറ്റുകളെയും ചേർത്ത് എണ്ണിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ. നൗ സിഗ്നിഫിക്കന്റ് ഫിഗർ ഈസ് 6. ഓക്കെ അല്ലോ? വേറെ ഒന്ന് 2 3 4 5 1 2 3 8. സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാ? 1 2 3 4 5 6 7 8. എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി സീറോകളാണ് പ്രശ്നം. നോക്കൂ, സീറോന്റെ റൂൾ ഇതാണ്: സീറോ കമ്മിങ് ബിറ്റ്വീൻ ടു നോൺ സീറോ digits are significant.
രണ്ട് നോൺ സീറോ ഡിജിറ്റുകൾ ഇടയ്ക്ക് സീറോ വന്നാൽ അവയെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് എണ്ണണം. എക്സാമ്പിൾ 1 2 3 0 0 4 5 6. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് സീറോകൾ വന്നിട്ടുണ്ട്, പക്ഷേ ഡിജിറ്റുകൾക്ക് നോൺ സീറോ ഡിജിറ്റുകൾക്ക് ഇടയ്ക്കാണ്. അവയെ നമ്മൾ എണ്ണിയിരിക്കണം. സോ 1 2 3 3 ആയി, 2 ആയി, 3 ആയി. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈസ് 8. രണ്ട് റൂളുകളായല്ലോ. നോൺ സീറോ ഡിജിറ്റുകൾ സിഗ്നിഫിക്കൻ്റ് ആണ്. സീറോ ഉള്ള ഡിജിറ്റുകൾ സീറോ രണ്ട് നോൺ സീറോ നമ്പറുകളുടെ ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ അതും എന്താണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എണ്ണണം. ഇനി സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ മൂന്നാമത്തെ നിയമം നോക്കാം. ലീഡിങ് സീറോസ് ആർ നെവർ സിഗ്നിഫിക്കൻറ്റ്. എന്താണ് ഈ ലീഡിങ് സീറോസ്? ഒരു നമ്പറിന്റെ തുടക്കത്തിൽ വരുന്ന പൂജ്യങ്ങളെ വിളിക്കുന്ന പേരാണ് ലീഡിങ് സീറോസ്. ഈ നമ്പർ നോക്കാം. ഇന്ന് തുടക്കത്തിൽ 3 സീറോകളാണ്. ഈ 3 സീറോകളെ നമ്മൾ വിളിക്കുക ലീഡിങ് സീറോസ്. ലീഡിങ് സീറോസ് എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല, ഒരിക്കലും സിഗ്നിഫിക്കൻ്റ് അല്ല എന്നുള്ളത് നിയമപ്രകാരം. അങ്ങനെയെങ്കിൽ ഈ എഴുതി വെച്ചിരിക്കുന്ന നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഈ 3 എണ്ണം വേണ്ട, ഇത് ലീഡിങ് സീറോസ് ആണ്. സോ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈസ് 4. അടുത്തത് 0.00000231. എത്ര സീറോകള് സിഗ്നിഫിക്കൻ്റ് അല്ല? 6 ലീഡിങ് സീറോ ആണ്. അപ്പൊ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയും? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈസ് 3. ഇവിടെയോ 3 ലീഡിങ് സീറോ ഉണ്ട്, 10ന്റെ പവർ ഉണ്ട്. 10ന്റെ പവർ ആയിട്ട് എഴുതുന്ന സീറോകൾ സിഗ്നിഫിക്കൻ്റ് അല്ല, ലീഡിങ് സീറോസും സിഗ്നിഫിക്കൻ്റ് അല്ല. അഗൈൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈസ് 3. This is the third rule of significant figure. Leading zeros are never significant. ഫിഗറിന്റെ നാലാമത്തെ റൂൾ നോക്കാം. ഈ റൂളാണ് വളരെ പ്രധാനപ്പെട്ടത്. ട്രയലിംഗ് സീറോസ്, അവസാന ഭാഗത്തുള്ള സീറോസ്, ടെർമിനൽ സീറോസ് എന്ന് അതിനെ വിളിക്കും, എൻഡിൽ വരുന്ന പൂജ്യങ്ങൾ, ആർ സിഗ്നിഫിക്കൻറ്റ് if there is a decimal point. നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങളിൽ അവസാന ഭാഗത്ത് വരുന്ന പൂജ്യങ്ങളെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എണ്ണണം. എങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഡെസിമൽ പോയിന്റ് ആ നമ്പറിൽ ഉണ്ടെങ്കിൽ. മനസ്സിലായല്ലോ? ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ ടെർമിനൽ സീറോസ്, അവസാന ഭാഗത്തുള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ് രേഖപ്പെടുത്തൽ. അങ്ങനെ ഒരു ഡെസിമൽ പോയിന്റ് ഇല്ലെങ്കിൽ ട്രയലിംഗ് സീറോസും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പൊ നിങ്ങൾക്ക് സീറോയെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൗണ്ട് ചെയ്യണമെങ്കിൽ ആ എഴുതിയ നമ്പറിൽ ഒരു ഡെസിമൽ പോയിന്റ് വേണം. ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അവസാന ഭാഗത്തുള്ള പൂജ്യങ്ങളെ എണ്ണാം. ഒരിക്കലും ആദ്യ ഭാഗത്ത് വരുന്ന പൂജ്യങ്ങളെ എണ്ണാനും പാടില്ല. ഇതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ നാലാമത്തെ റൂള്. ഈ റൂളോട് കൂടി നിങ്ങൾക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ തന്നിരിക്കുന്ന നമ്പറിൽ എളുപ്പത്തിൽ പറയാൻ പറ്റും. എക്സാമ്പിൾ ഞാനിവിടെ പറയുന്നു. തന്നിരിക്കുന്ന നമ്പർ 1 2 3 4 5 0 0 0. ഒരു കുത്തിട്ടു സെന്റിമീറ്റർ. ഇതാണ് ഈ ഡെസിമൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 1 2 3 4 5 6 7 8. സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ എണ്ണം 8 ആണ്. എന്നാൽ ഇത് തന്നെ നിങ്ങൾ 15000 മീറ്റർ എന്ന് എഴുതിയാൽ ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് വെറും 2 ആണ്. ഒരു അംബിഗ്വിറ്റി ഉണ്ട് ബാക്കിയുള്ള നമ്പർ. അതുകൊണ്ട് ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഒരു മെഷർമെന്റിന്റെ ഭാഗമായിട്ട് വന്നതാണോ എന്ന് ഉറപ്പില്ല, കൺവേർഷൻ ആവാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നമ്പറുകളെ മാത്രമേ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് എണ്ണാൻ പറ്റൂ. ശ്രദ്ധിച്ചു മനസ്സിലായല്ലോ പോയിന്റ്? അതേസമയം ഇത് 15000 എന്ന് എഴുതി 1 മീറ്റർ ഇട്ടാൽ ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ എണ്ണം 5 ആയിട്ട് മാറി. അപ്പൊ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്പറിൽ എവിടെയെങ്കിലും ഒരു ഡെസിമൽ വന്നാൽ അതിലുള്ള ടെർമിനൽ സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ അല്ലോ? ഇതാണ് നാലാമത് പറഞ്ഞിരിക്കുന്ന റൂൾ. ലീഡിങ് സീറോസിനെ കണ്ണും കൂട്ടി നിങ്ങൾക്ക് തള്ളാം, അത് സിഗ്നിഫിക്കൻ്റ്. ട്രയലിംഗ് സീറോ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. ഡെസിമൽ ഉണ്ടെങ്കിൽ എടുക്കണം, ഡെസിമൽ ഇല്ലെങ്കിൽ എടുക്കരുത്. കാരണം നമുക്ക് ഉറപ്പില്ല അതൊരു കൺവേർഷന്റെ ഭാഗമായിട്ട് വന്നതാണോ അതോ അളവിന്റെ ഭാഗമായിട്ട് വന്നതാണോ. അളവിന്റെ ഭാഗമായിട്ടാണ് വന്നതെങ്കിൽ എണ്ണണം. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്താൻ പറയുന്നത്? ഒരു കുത്തിടണം, അവിടെ ഒരു ഡെസിമൽ ഇടണം. ഡെസിമൽ ഇട്ടാൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് റൂൾസ് ഓഫ്
സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അതിന് ശേഷം നമുക്ക് അതിന്റെ എക്സാമ്പിളുകളിലേക്ക് നോക്കാം. All non-zero digits are significant. Zero between two non-zero digits are significant. Trailing, leading, ഈ കൺസെപ്റ്റ് വരുമ്പോഴേ പ്രശ്നമുള്ളൂ. ലീഡിങ് സീറോസ് ആർ നെവർ സിഗ്നിഫിക്കൻറ്റ്. തുടക്കത്തിലുള്ള പൂജ്യങ്ങളെ എണ്ണേ വേണ്ട, കണ്ണും പൂട്ടി തള്ളിക്കളയാം. ട്രയലിംഗ് സീറോസ്, ടെർമിനൽ സീറോസ് are significant if there is a decimal point. Otherwise they are not significant. ടെർമിനൽ സീറോകളെ നിങ്ങൾക്ക് എണ്ണാം ഒരു കുത്തുണ്ടെങ്കിൽ, ഡെസിമൽ ഇല്ലെങ്കിലോ നിങ്ങൾക്ക് തള്ളിക്കളയുകയും ചെയ്യും. ഇനി സിഗ്നിഫിക്കൻറ്റ് ഫിഗർ തന്നിരിക്കുന്ന നമ്പറുകളിലൊക്കെ ഒന്ന് കണ്ടെത്തണോ? കുറേ എക്സാമ്പിളുകൾ നമുക്ക് ചെയ്യാനായിട്ട്. ഒന്നാമത്തെ നമ്പറാണ് 6.032. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടായിരിക്കും? നോക്കൂ, ഇതില് 0 ഉണ്ട്, പക്ഷെ രണ്ട് നമ്പറുകൾക്ക് ഇടയ്ക്കാണ്, അതുകൊണ്ട് എല്ലാവരും സിഗ്നിഫിക്കൻ്റ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈസ് 4. രണ്ടാമത് 0.0007 മീറ്റർ സ്ക്വയർ. എത്ര പേര് സിഗ്നിഫിക്കൻ്റ് ആണ്? ഇതിൽ ഈ 3 സീറോകൾ ലീഡിങ് സീറോസ് ആണ്. ലീഡിങ് സീറോസ് എണ്ണരുത്, അതുകൊണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ എണ്ണം എത്രയാ? 1 ആണ്. അടുത്തത് 2.6 × 4 × 10⁻24. 10ന്റെ പവർ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ എണ്ണൂല. അങ്ങനെയാണെങ്കിൽ ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ എണ്ണം എത്ര? 3. അടുത്തത് 6.320. ഈ സീറോ ടെർമിനൽ സീറോ ആണ്, പക്ഷെ ഇവിടെ എന്തുണ്ട്? ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്. ഡെസിമൽ പോയിന്റ് ലാസ്റ്റിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇതിന്റെ മിഡിൽ വന്നാലും മതി, എവിടെ വന്നാലും മതി കേട്ടോ. ഇന്റഗ്രൽ പാർട്ട് ഓർ ഡെസിമൽ പാർട്ട് എന്നാണ് അതിന് പറയാം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതിൽ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ എണ്ണം എത്രയാ? 4 ആണ്. എവിടെയെങ്കിലും ഒരു ഡെസിമൽ പോയിന്റ് വന്നാൽ മതി. ഇതിൽ 1, 2, 3, 4 ഇതാ 1, 5. ആ 5 സീറോകൾ ലീഡിങ് സീറോകളാണ്, എണ്ണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന 1, 2, 3, 4 5 നമ്പറുകളാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട്. അടുത്തത് 5.600. നോക്കി, ഈ 2 സീറോകൾ ടെർമിനൽ ആണ്, പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എന്ത് വന്നിട്ടുണ്ട്? ഒരു ഡെസിമൽ പോയിന്റ് വന്നിട്ടുണ്ട്. ഡെസിമൽ പോയിന്റ് വന്നാൽ ടെർമിനൽ സീറോകളെ എണ്ണണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈസ് 4. 560.0 സെന്റിമീറ്റർ. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 1, 2, 3, 4. കാരണം ഇടയ്ക്ക് ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്, എല്ലാവരെയും എണ്ണി. 5600 സെന്റിമീറ്റർ. നോക്കി, ഇവിടെ ഒരു കുത്തിട്ട് വെച്ച് ഒരു ഡെസിമൽ വന്ന അവസാനം. അപ്പൊ ഇത് മെഷർമെന്റിന്റെ ഭാഗമായിട്ട് വന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ എണ്ണം വീണ്ടും 4. 1000 കിലോഗ്രാം. ഇത് ഇവിടെ കുത്തുണ്ട്, മെഷർമെന്റിന്റെ ഭാഗമാണ്. 1, 2, 3, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. 8.015. 1, 2, 3, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. 4.15 × 10⁻². 10ന്റെ പവർ സിഗ്നിഫിക്കൻ്റ് അല്ല, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. 20 ഡോട്ട് ഉണ്ട് സെന്റിമീറ്റർ. ഡെസിമൽ ഇത് അവിടെ 2 വെച്ചിട്ടുണ്ട്. അപ്പൊ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ എണ്ണം 2. ഇവിടെ 2 × 10⁻. നോൺ സീറോ ഡിജിറ്റ് ആണ്, 10ന്റെ പവർ എണ്ണേണ്ട ആവശ്യമില്ല. അപ്പൊ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 1. ഇവിടെ 2.0 × 10⁻1. 10ന്റെ പവർ ഒഴിവാക്കി, പക്ഷെ ഇവിടെ ഒരു 2 ഉണ്ട്, ഒരു ഡെസിമൽ വന്ന് 0 വന്നു. സോ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈസ് 2. ഇങ്ങനെ ഈ റൂളുകൾ വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടെത്തും.